എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. മന്നിടം ചമച്ചവൻ മന്നിടെ ചരിച്ചവൻ എന്നെ എന്നും നടത്തുന്നതെന്തോരത്ഭുതം. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. എൻ്റെ രക്ഷാദാനമേ, എന്നുമുള്ള ശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നുടെ കൃപ. മന്നിടത്തിൻ ക്രൂശതിൽ നിന്നുമുയർന്നുയർന്നു ഉന്നതമാം സ്വർഗത്തിൽ വാസവും നൽകി. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, രാത്രി കാലം മുഴുവൻ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു നന്നായി ഉറങ്ങി ഉണർന്നു. ഹല്ലേലൂയ. അല്പസമയം കർത്താവിൻ്റെ പാദപിടുത്തത്തിലായിരിക്കാൻ തക്കണം കർത്താവ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. എന്നെയും എനിക്കുള്ളതിനെയും സർവത്തെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാടിയങ്ങളെ തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടട്ടെ, ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ, അസ്വസ്ഥതകളൊക്കെ മാറട്ടെ, സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായി സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ എൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കുമാറാകണമേ. നല്ല വിജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർ വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കുന്ന മക്കൾ കർത്താവേ. OET, IELTS ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. നീറ്റിൻ്റെ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരികയാണ്. നീ അല്പബുദ്ധി ജ്ഞാനിയാക്കുന്ന ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവർക്ക് ബുദ്ധിമാലോചനയും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷകൾ എഴുതണം കർത്താവേ. നല്ല വിജയം കരസ്ഥമാക്കണം, അവർ നല്ല ഭാവിയിൽ എത്തിച്ചേരണം. സ്വർഗ്ഗം അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ പേരുപേരായി സമർപ്പിക്കുന്നു കർത്താവ്. അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദുരിതങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി, പകർച്ചവ്യാധി, മരണത്തിനെ ഏൽപ്പിക്കാതെ എല്ലാവരെയും സൂക്ഷിക്കണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ കരുതി ഒരുക്കി കൊടുത്ത് എല്ലാവരെയും പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ശത്രു കാണല്ലേ, ദുഷ്ട പിശാച് തുടരുതെന്ന് വടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുത്തെ അദൃശ്യമാർന്ന കരവരയത്തിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവ്. സമാധാനത്തോടെ വസിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാതൊരുവിധ പ്രയാസ പ്രതികൂലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ അനുവദിക്കുക. സ്വർഗ്ഗം വരെ പരിപാലിച്ചാട്ടെ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഞാൻ ദാനമായി തന്ന കുഞ്ഞുങ്ങളെയൊക്കെ പേരുപേരായി സമർപ്പിക്കുന്നു. പാലപടിയിൽ നിന്നെല്ലാം വിടുവിച്ച് സഹായിക്കണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന നല്ല ബുദ്ധി ആലോചനയൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹാലന്റെ സ്വർഗം പിന്നെയും വഴികളെ തുറക്കണമേ. ജോലി നൽകി അനുഗ്രഹിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നവരുടെ യാത്രകളെല്ലാം കൂടെ നിന്ന് സുരക്ഷിതമായി എത്തിച്ചേരാൻ ഇടയാക്കുമാറാകണം. ജോലി കാര്യങ്ങളിൽ ചെയ്ത് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സഹായിച്ചാട്ട് കർത്താവെ. തുടർന്നും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്ന സ്വർഗ്ഗം അവരെ കരുതണമേ. അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് നിശ്ചയമായി. ഞങ്ങളിത് പൂർണ്ണമായും വിശ്വസിക്കുക കർത്താവ്. അവിടെ നിന്ന് കുഞ്ഞുങ്ങളെല്ലാം മാറ്റമില്ലാത്ത സാക്ഷ്യത്തിനായി ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ഓർക്കുന്ന വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പോൾ അവരെല്ലാം പേരുപേരായി സമർപ്പിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ.
നല്ല ജീവിത പങ്കാളിയെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് തക്കവണ്ണം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹത്തിന് മനസ്സില്ലാതെ കണ്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ അതിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. കർത്താവ് കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അപ്പൻ വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അലയുവാനും വരയുവാനും ഭാരപ്പെടുവാനും കഷ്ടമനുഭവിപ്പാനും അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കലവറയിൽ ഒന്നിനും കുറവില്ല. ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ അപ്പൻ്റെ പക്കലാണ്. ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനമൊരുക്കണം. ദൈവമേ, ഭവനത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, ഏറ്റവും അതിശയമായ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെയും ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ തക്കണം ദൈവമെല്ലാം സാഹചര്യം ഒരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാം ചെയ്തെടുക്കാൻ സഹായിക്കണേ. ആത്മാർത്ഥതയുള്ളവരെയൊക്കെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയപ്പ. മേശമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പ. ഫോണിന് അടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവരുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിൻ്റെ വകയാക്കി തീർക്കണമേ. ഇവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് നന്മയും അനുഗ്രഹം കൊണ്ടിരുന്ന മക്കളാക്കി അവരെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. പുതുവർഷകാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് സമാധാനത്തോടെ വസിപ്പാൻ ഇടയാക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പം. നാടും വീടും വിട്ടൊക്കെ വിദുരിതയിലായിരിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് എവിടെയെങ്കിലും പരിപാലിക്കണമല്ലോ. സമാധാനവും സന്തോഷവും സൗഖ്യവും അവർക്ക് കൊടുക്കണം. യാതൊരുവിധ ഭാരമോ പ്രയാസമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അലട്ടുവാൻ അനുവദിക്കാതെ അവരുടെ ഉപജനമാർഗം ചെയ്തെടുത്തുകൊണ്ട് സന്തോഷത്തോടെ വസിപ്പാൻ ഓരോ മക്കളെയും സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്നല്ല സ്വർഗത്തിലെ അപ്പച്ചൻ കരുതിക്കൊള്ളുമാറാകണം. നല്ല മാതാവും നല്ല പിതാവുമായി അപ്പൻ കൂടെ ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം നേർന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗം സകലത്തിനും പരിഹാരകൻ, അത്ഭുതവാൻ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, പരിഹരിക്കുന്ന ദൈവമാ, അത്ഭുതം ചെയ്യണമേ. തൻ്റെ മക്കളുടെ കണ്ണിന് നീരിനെ തൊട്ടേക്കണമേ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും അവിടുന്ന് അപ്പം തൊട്ട് സുഖപ്പെടുത്തണമേ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഓരോ രോഗത്തിൻ്റെ മേലും കരുണയുടെ കരം നീട്ടുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായിട്ട് ഒരുക്കിക്കാട്ട് കർത്താവ്. ദൈവമായ കർത്താവ്, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകുവാൻ കഴിവുള്ള അപ്പൻ്റെ പാദപീഠത്തിലോട്ട് അടിയൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനത്താൽ ഓരോ മക്കളെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽപ്പെട്ടക്കാർ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സഭാ ശുശ്രൂഷകളെ ഓർക്കുന്നു. ഓരോ മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ദൈവകൃപയിൽ അങ്ങ് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ. മഞ്ഞും മഴയും അയക്കണേ. അതികഠിനമായ ചൂടിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപ നിന്ന് ഓരോ മക്കളെയും സൂക്ഷിക്കണമേ. അപ്പാ, നീ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയല്ല വല്ല അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും ജോലിയിലും വിശ്രമത്തിലും എല്ലാം കൂടി ഒന്ന് തമ്പുരാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.